എസ്കലേറ്റേഴ്സ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. പക്ഷേ ഇതിൽ എങ്ങനെയാണ് സ്റ്റെപ്പ് കറങ്ങി തിരിച്ചെത്തുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തരാം. ഇതിൽ ഏതായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു മോട്ടർ ഉണ്ട്. അതൊരു റീൻഫോഴ്സ്ഡ് സ്റ്റീൽ ചെയിനിലോട്ട് സ്പ്രോക്കറ്റ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ സ്പ്രോക്കറ്റിൽ കൂടി സ്റ്റേഴ്സിന്റെ സ്മൂത്ത് മൂവ്മെന്റിന് വേണ്ടി സ്റ്റേഴ്സിൽ റോളേഴ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ സെറ്റ് റോളേഴ്സ് യൂസ് ചെയ്തതുകൊണ്ട് ഫുൾ റൊട്ടേഷൻ സാധ്യമല്ല. അതുകൊണ്ട് സ്റ്റെയറിന്റെ അടിയിൽ കൂടി അടുത്തൊരു സെറ്റ് റോളേഴ്സ് കൊടുക്കുകയാണ്. ഇതിൽ കൂടി ഫുൾ റൊട്ടേഷൻ സാധ്യമാകും. സ്റ്റെപ്പ് കയറ്റത്തിൽ റോളേഴ്സ് രണ്ടും ഒരേ ട്രാക്കിൽ കൂടിയായിരിക്കും പോകുക. പക്ഷെ മുകളിൽ നിരപ്പെത്തുമ്പോൾ ട്രാക്കുകൾ രണ്ട് സ്പ്ലിറ്റ് ആവുകയും അതിൽ കൂടി സ്റ്റെയർസ് തിരിയുകയുമാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ തിരിച്ചുള്ള യാത്രയിലും ഇറക്കത്തിൽ രണ്ടും ഒരേ ട്രാക്കിൽ കൂടി പോവുകയും താഴത്തെ നിരപ്പിൽ വീണ്ടും എത്തുമ്പോൾ ട്രാക്ക് സ്പ്ലിറ്റ് ആവുകയും സ്റ്റെപ്പ് തിരിയുകയാണ് ചെയ്യുക. ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് റീപോസ്റ്റ്. ഇനി അടുത്ത ഇൻഫോ കണ്ടന്റുമായി ഞാൻ നാളെ വരും. അപ്പോഴത്തേക്കും ബൈ.